ഫ്രണ്ട്സ് ഫൈൻഡ് ദ വേൾഡ് വിത്ത് മോസിൻ്റെ മറ്റൊരു ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നിങ്ങൾ ലഭിക്കുന്നതിനായി അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ ഒരു പുതിയ ഓപ്ഷനാണ്. നേരത്തെ തന്നെ ഈ ഓപ്ഷൻ ഉണ്ടെങ്കിലും പലർക്കും ഈ ഓപ്ഷനെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ ഏത് വെബ് പേജ് ആയാലും വായിക്കാൻ ഗൂഗിൾ നമ്മളെ സഹായിക്കും. അത് ഏത് ലാംഗ്വേജിലുള്ള വെബ് പേജ് ആയാലും നമ്മുടെ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും. മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൂടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഒക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഏത് പേജാണോ വായിക്കേണ്ടത് ആ പേജ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ വെബ് പേജ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൽ നമ്മൾ വോയിസ് സെർച്ച് ബട്ടൺ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. ഹേ ഗൂഗിൾ, റീഡ് മീ ദിസ് പേജ്. From Wikipedia, Kerala is a state on the southwestern Malabar coast of India. It was formed on the 1st of November 1956, following the passage of the States Reorganization Act by combining Malayalam-speaking. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മുടെ ഏത് പേജായാലും നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും ഇംഗ്ലീഷ് പേജ്. പക്ഷേ ഈ ഇംഗ്ലീഷ് പേജിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് കൂടെ ചെയ്തു തരും. അപ്പോൾ ഈ ഇംഗ്ലീഷ് പേജ് ചെയ്തിരിക്കുന്ന ഈ വായിച്ച നമ്മൾ കാര്യങ്ങൾ തന്നെ നമുക്ക് മലയാളത്തിലും പറഞ്ഞു തരും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഈ മുകളിൽ കാണുന്ന ഈ 3 ബട്ടൺ അമർത്തുക. അമർത്തിയ ശേഷം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ലാംഗ്വേജാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇവിടെ ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മൾ ഏതിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് മലയാളമാണ്. ഓക്കെ, മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ അമർത്തുക. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മലബാർ തീരത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനങ്ങളുടെ പുനഃ സംഘടന നിയമം പാസാക്കിയതിനെ തുടർന്ന് 1956 നവംബർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഇത് വളരെ സഹായമാണ്. അതുമാത്രം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി നമുക്കിത് വളരെ സഹായമാണ്. നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. അതിന് താഴെ കാണുന്ന സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ വേരിയേഷനായിട്ടുള്ള നമുക്ക് സ്പീഡിങ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുക. ഇതുപോലെ നമുക്ക് ഏത് ലാംഗ്വേജ് ആയാലും നമുക്ക് സ്പീഡായിട്ടും പ്ലേ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ബാക്ക് വേർഡ് ഓപ്ഷൻസും പ്ലേ വേർഡ് ഓപ്ഷൻസൊക്കെ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിൽ കാണുന്ന 3 ബട്ടൺ നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ റീഡ് അലൗഡ് വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ് ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. ആദ്യത്തെ ഇതും ഈ 2 ഓപ്ഷൻ നമ്മുടെ ക്രെഡിറ്റ് ഉണ്ടാവുക ഫീമെയിൽ വോയിസ് ആയിരിക്കും. ഇത് മെയിൽ വോയിസ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വോയിസസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.